വിവാദമായ ഫോൺ കോളിനെ തുടർന്ന് ഇന്നലെ DCC പ്രസിഡന്റ് രാജിവെച്ചിരുന്നു പാലോട് രവി. എന്തായാലും ശശി തരൂരിനേക്കാൾ കുറച്ചും കൂടെ ഗതികെട്ട അവസ്ഥയിലാണെന്ന് പറയേണ്ടി വരും. കാരണം ശശി തരൂർ സ്വന്തം പാർട്ടിയിൽ ഇപ്പോൾ നിലവിലുള്ള ആരെയും അദ്ദേഹം കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടില്ല. പക്ഷെ അങ്ങനെയല്ല പാലോട് രവി പറഞ്ഞിരിക്കുന്നത്. പാലോട് രവി ഇനി പാർട്ടിക്ക് പുറത്തേക്ക് പോകുമെന്നുള്ളത് കണ്ടു തന്നെ അറിയണം. അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ CPM-ലേക്കായിരിക്കുമോ BJP-ലോട്ടായിരിക്കുമോ അദ്ദേഹം പോകാനുള്ള സാധ്യത കൂടുതൽ? ഇതിന് രണ്ട് വശങ്ങളുണ്ട്. അതായത് പാലോട് രവി ഇതൊരു പബ്ലിക് സ്പീച്ച് അല്ല, അത് ഒരാളോട് വ്യക്തിപരമായിട്ട് പറഞ്ഞൊരു കാര്യമാണ്. അത് ഈ കോൺഗ്രസിനകത്ത് തന്നെയുള്ള പല നേതാക്കന്മാരും പല ആളുകളുമായിട്ടും പങ്കുവെക്കുന്ന ഒരു കാര്യം. അദ്ദേഹം പറഞ്ഞൊരു കാര്യം അപ്പുറത്തെ സൈഡിലുണ്ടായിരുന്ന ആളുടെ കോൾ റെക്കോർഡായിട്ട് ആൾ മാധ്യമങ്ങൾക്ക് കൊടുത്തു അല്ലെങ്കിൽ പുറത്തു വിട്ടു എന്നുള്ളതാണ് വസ്തുത. അത് സംബന്ധിച്ചിടത്തോളം പാലോട് രവി ഒരു തെറ്റ് ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം പല കോൺഗ്രസ് നേതാക്കളും പല ഘട്ടങ്ങളിൽ നമ്മളോട് തന്നെ സംസാരിക്കുന്ന ഘട്ടത്തിൽ പറയാറുണ്ട് കോൺഗ്രസിന്റെ പോക്ക് ശരിയല്ല, ഇങ്ങനെയാണ് എങ്കിൽ ഈ അടുത്ത തവണയും പിണറായി വിജയന്റെ നേതൃത്വത്തിൽ LDF തന്നെ അധികാരത്തിലേക്ക് വരും, നമ്മളിവിടെ ഒന്നും അല്ലാതാവും, ഉപ്പുവെച്ച കലം പോലെയാകും, BJP ഒരു സൈഡിൽ നിന്ന് അവർ ശക്തി ആർജിച്ചു വരുന്നുണ്ട്, നമുക്കിത് വലിയ പാരയാകും എന്ന് പല കോൺഗ്രസ് നേതാക്കളും വളരെ വ്യക്തിപരമായിട്ട് നമ്മളോടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. പല മാധ്യമ പ്രവർത്തകരോടും സംസാരിക്കാറുണ്ട്. പാലോട് രവിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഏതോ ഒരു പ്രവർത്തകൻ, ഏതോ ഒരു ലോക്കൽ നേതാവുമായിട്ട് സംസാരിക്കുന്ന ഒരു ഫോൺ കോളാണ്. അതിൻ്റെ പേരിൽ അദ്ദേഹത്തോട് DCC പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് മാറി നിൽക്കണം എന്ന് ആവശ്യപ്പെട്ട KPCC, അതായത് AICC ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് KPCCയുടെ സണ്ണി ജോസഫ് ഈ പാലോട് രവി എന്ന് പറയുന്ന ആളുടെ അടുത്ത് നിങ്ങൾ രാത്രിക്ക് രാത്രി രാജിവെക്കണം, DCC പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് ഒഴിയണം എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് കാലങ്ങളായിട്ട് മോദി സ്തുതിയുമായി നടക്കുന്ന ശശി തരൂരിൻ്റെ അടുത്ത് ഇതേ ആവശ്യം ഉന്നയിക്കാൻ AICCക്ക് ധൈര്യമില്ലാത്തത് എന്നൊരു ചോദ്യം നമ്മൾ ചോദിക്കേണ്ടി വരും. ശശി തരൂർ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന കോൺഗ്രസ് നേതാക്കന്മാരിൽ ഒരാളാണ്. കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ AICC മുന്നോട്ട് വെക്കുന്ന ഒരു പാനലിനെതിരെ മറ്റൊരു പാനൽ തയ്യാറാക്കി മത്സരരംഗത്ത് വന്ന് ദേശീയ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരരംഗത്തേക്ക് വന്ന ഒരേ ഒരു നേതാവ് ശശി തരൂരാണ്. ശശി തരൂരാണ് അതിനെ ചുക്കാൻ പിടിച്ചതും ശശി തരൂരിൻ്റെ നേതൃത്വത്തിലാണ് ഈ വലിയ രീതിയിലുള്ള ഇവരുടെ അന്നത്തെ ഇലക്ഷനും കാര്യങ്ങളൊക്കെ നടന്നത്. നമുക്കറിയാം കേരളത്തിൽ നിന്നുള്ള ഒരൊറ്റ ആൾ പോലും ശശി തരൂരിന് വോട്ട് ചെയ്തില്ല. പക്ഷേ 1000-ലധികം വോട്ടുകൾ ശശി തരൂരിന് കിട്ടി എന്നുള്ളതാണ് വസ്തുത. അതായത് കേന്ദ്രത്തിൽ കഴിഞ്ഞ കാലങ്ങളായിട്ട് ഈ AICCയുടെ ആസ്ഥാനം കൈവശം വെക്കുന്ന സോണിയാഗാന്ധിയുടെ കുടുംബവാഴ്ചയ്ക്കെതിരെ 1000-ലധികം ആളുകൾ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. അവർക്കതിൽ എതിർപ്പുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പോൾ ശശി തരൂർ പിന്നീട് ഇങ്ങോട്ട് കോൺഗ്രസിനെ പറ്റാവുന്ന സമയങ്ങളിലെല്ലാം കുത്തുകയും പറ്റാവുന്ന സമയങ്ങളിലെല്ലാം മോദി സ്തുതി പാടുകയും BJPക്ക് അനുകൂലമാകാൻ സാധിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകളെല്ലാം നടത്തിയിട്ടുള്ള ശശി തരൂരിനോട് നിങ്ങൾ കോൺഗ്രസിൽ നിന്ന് രാജിവെക്കുക അല്ലെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്ന് രാജിവെക്കൂ എന്ന് പറയാൻ ആർജവുമില്ലാത്ത കോൺഗ്രസിൻ്റെ നേതൃത്വം ഒരു സ്വകാര്യ സംഭാഷണം പുറത്തു വന്നതിൻ്റെ പേരിൽ ഈ പറഞ്ഞ പാലോട് രവിയോട് രാജിവെക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കോൺഗ്രസിനകത്തെ ഇരട്ടത്താപ്പാണ് എന്നുള്ളതാണ് വസ്തുത. പാലോട് രവിയെ ഒരു പക്ഷേ കോൺഗ്രസിന് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല, കോൺഗ്രസിന് വലിയ പ്രാധാന്യം ഉണ്ടാവില്ല. പക്ഷേ ശശി തരൂർ അങ്ങനെയല്ല. ശശി തരൂർ കോൺഗ്രസിൽ നിന്ന് ഇനി പോകാൻ സാധിക്കുന്നത് BJPയിലേക്കാണ്. ശശി തരൂർ BJPയിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും BJPക്ക് കേരളത്തിൽ നിന്നുള്ള ഒരു വലിയ നേതാവിനെ കിട്ടി എന്ന് പറഞ്ഞ് അവർക്ക് വലിയ മേൽക്കോയ്മ കിട്ടും എന്നുള്ളതാണ് വസ്തുത. അല്ല, പക്ഷേ ഇതിൽ DCC പ്രസിഡന്റായി അദ്ദേഹം രാജിവെച്ചില്ല എന്നുണ്ടെങ്കിൽ അത് അവിടെ ഇദ്ദേഹം പറഞ്ഞതെല്ലാം കോൺഗ്രസ് പാർട്ടി മൗനാനുവാദം കൊടുക്കുന്നതാണ്, അല്ലെങ്കിൽ അവർ തന്നെ സമ്മതിക്കുന്നതായി അങ്ങനെ ഒരു അർത്ഥം കൂടെ അതിന് വരില്ലേ? അതുകൊണ്ടായിരിക്കില്ലേ ഈ രാജി ആവശ്യപ്പെട്ടത്? അല്ല, പാലോട് രവിക്ക് അദ്ദേഹത്തിന്റെ സ്റ്റാൻഡിൽ നിൽക്കാമല്ലോ. ഞാനിതൊരു പബ്ലിക് സ്പീച്ച് പറഞ്ഞതല്ല, കോൺഗ്രസിനെ കുറ്റപ്പെടുത്തിയല്ല. എൻ്റെ അടുത്ത് സംസാരിച്ച ആളാരാണോ ആ വ്യക്തിയുമായിട്ട് ഞാൻ ബേസിക്കലി പേഴ്സണലി പറഞ്ഞത്. അപ്പോൾ ഇവർ സമ്മേളനങ്ങളിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യൂലേ? അവരുടെ സമ്മേളനങ്ങളിൽ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ സമ്മേളനത്തിൽ ഇപ്പോൾ പക്ഷേ അദ്ദേഹം ബിജേഷ് പറഞ്ഞ പോലെ അത് വ്യക്തിപരമായിട്ടുള്ള കോളാണ്. പക്ഷെ എന്നാൽ പോലും അതിനകത്ത് വളരെ താറടിക്കുന്ന രീതിയിൽ പാർട്ടി പറയുന്നുണ്ട്. അത് മുച്ചൂടും മുടിയും എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. മുച്ചൂടും മുടിയും എന്നുള്ള രീതിയിലൊക്കെ പറയുന്നത് അതൊരു പ്രാദേശിക അല്ലെങ്കിൽ ഒരു കൊളോക്കിയൽ ലാംഗ്വേജ് ആയിട്ട് മാത്രം കണക്കാക്കിയാൽ മതി. അത്ര പോലും പക്വതയില്ലാത്ത രാഷ്ട്രീയ നേതൃത്വമാണ് കോൺഗ്രസിന് എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ കോൺഗ്രസ് നേതൃത്വത്തിൽ KPCC അധ്യക്ഷൻ തന്നെ ഇപ്പോൾ ഈ DCC മീറ്റിങ്ങിലോ അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും പ്രധാനപ്പെട്ട യോഗങ്ങളിലൊക്കെ സംസാരിക്കുന്ന സമയത്ത് പറയില്ല ഈ കാര്യങ്ങൾ, നമ്മുടെ പാർട്ടിയുടെ പോക്ക് ശരിയല്ല, ഇങ്ങനെയാണെങ്കിൽ അടുത്ത തവണ CPM വീണ്ടും LDFന് അധികാരത്തിൽ വരും, പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രിയാവും, നമ്മളിങ്ങനെയാണെങ്കിൽ BJP വീണ്ടും 2ാം സ്ഥാനത്തേക്ക് വരും, നമ്മളിവിടെ ഒന്നും അല്ലാതാവും എന്നുള്ള കാര്യം ഈ KPCC അധ്യക്ഷൻ ഇവരുടെ യോഗങ്ങളിൽ സംസാരിക്കുമ്പോൾ പറയൂലേ? തീർച്ചയായിട്ടും. അപ്പോൾ അതാരെങ്കിലും ഒരു ഫോൺ റെക്കോർഡ് അതിൽ റെക്കോർഡ് ചെയ്തെടുത്തിട്ട് ഓഡിയോ റെക്കോർഡ് ചെയ്തെടുത്തിട്ട് പുറത്ത് മാധ്യമങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആരെയാണ് KPCC അധ്യക്ഷൻ രാജിവെക്കുമോ?
ഇല്ല. KPCC അധ്യക്ഷനോട് രാജിവെക്കാൻ AICC ആവശ്യപ്പെടുമോ? ഇല്ല. അപ്പോൾ പിന്നെ എന്തർത്ഥത്തിലാണ് പാലോട് രവിയോട് രാജിവെക്കണം എന്ന് പറയുന്നത്? പാലോട് രവി ഒരു വ്യക്തിയോട് സംസാരിച്ച കാര്യമല്ലേ? ഒരു പബ്ലിക് സ്പേസിൽ അല്ലെങ്കിൽ ഒരു മാധ്യമങ്ങൾക്ക് ബൈറ്റ് കൊടുത്തതാണോ? അല്ല. അദ്ദേഹം സ്വകാര്യമായിട്ടുള്ള അദ്ദേഹത്തിന്റെ സംഭാഷണത്തിൽ പറഞ്ഞൊരു കാര്യം, അത് കോൺഗ്രസിനകത്തെ പല നേതാക്കന്മാരും പലപ്പോഴും സംസാരിക്കുന്ന അവരുടെ സമ്മേളനങ്ങളിൽ പോലും പറയുന്ന ഒരു കാര്യമാണ്. അങ്ങനെ പറഞ്ഞത്. അത് മാത്രമല്ല, അദ്ദേഹം ഉമ്മൻചാണ്ടിയെ പറ്റി പറഞ്ഞതൊക്കെ ഇവരെ ചൊടിപ്പിച്ചിട്ടാണ്. കാരണം ഉമ്മൻചാണ്ടിക്ക് പണി കൊടുത്തത് ഈ പാർട്ടിയിലുള്ളവർ തന്നെയാണെന്നുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ അത് ഇത്തരത്തിൽ ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരാൾ പറയുമ്പോൾ അത് ഇവരെ നല്ല രീതിയിൽ ചൊടിപ്പിച്ചിട്ടുണ്ട് എന്നും കൂടി വ്യക്തമാണ്. ഈ ഉമ്മൻചാണ്ടിയോട് ഇവരിപ്പോൾ കാണിക്കുന്നത് യഥാർത്ഥ സ്നേഹമാണെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. ഉമ്മൻചാണ്ടിയെ കച്ചവടം ചെയ്യുന്ന കപട സ്നേഹമാണ് ഇവരിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന ഉമ്മൻചാണ്ടിയോട് ഇവർ എത്രമാത്രം സ്നേഹം കാണിച്ചിട്ടുണ്ട്? നമുക്കറിയാവുന്ന കാര്യമല്ലേ, ഉമ്മൻചാണ്ടിയെ ഭരണത്തിൽ നിറക്കാൻ വേണ്ടിയിട്ട് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ നടത്തിയ നീക്കങ്ങളൊക്കെ അറിയാത്തവരൊന്നല്ല, അത് കോൺഗ്രസ്സുകാർക്കും എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. പാലോട് രവി പറഞ്ഞത് പച്ചയായ ഗണേഷ് കുമാർ കോൺഗ്രസിൽ ഉണ്ടായിരുന്നപ്പോൾ കാണിച്ച കാര്യങ്ങളും ഉമ്മൻചാണ്ടി മരിച്ചതിന് ശേഷം പുറത്തു വന്നിരുന്നല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. അതായത് ഈ പറഞ്ഞ പാലോട് രവി പറഞ്ഞത് കോൺഗ്രസിനകത്തെ പച്ചയായ ഒരു സത്യമാണ്. അത് ഒരു പക്ഷേ പാലോട് രവി ഒരു പ്രാദേശിക നേതാവുമായിട്ട് സംസാരിക്കുമ്പോൾ ആ പ്രാദേശിക നേതാവിൻ്റെ അടുത്തു നിന്നും അദ്ദേഹവും ഈ പാലോട് രവിയെ നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. ശരിയാണ് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും പാലോട് രവി ഒരു സ്വകാര്യ സംഭാഷണത്തിൽ സംസാരിച്ച ഒരു സാധനത്തിൻ്റെ ബേസ് പിടിച്ചിട്ട് പാലോട് രവിയെ ഒരു കുറ്റക്കാരനാക്കിയിട്ട് അദ്ദേഹത്തിനെ ഈ പറഞ്ഞതുപോലെ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്താൻ ധൈര്യം കാണിച്ച കോൺഗ്രസിനെ എന്തുകൊണ്ടാണ് ശശി തരൂരിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്തത് എന്നതാണ് എൻ്റെ ചോദ്യം. വിജയുടെ അഭിപ്രായത്തിൽ എന്തുകൊണ്ടായിരിക്കും ശശി തരൂരിനെതിരെ നടപടിയെടുക്കാൻ അവർക്ക് തയ്യാറാകാത്തത്? ശശി തരൂരിനെ അത്തരത്തിൽ പുറത്താക്കി കഴിഞ്ഞാൽ ശശി തരൂർ ഒരു രക്തസാക്ഷിത്വം ചമഞ്ഞ് അടുത്ത പാർട്ടിയിലേക്ക്, അതായത് അദ്ദേഹം പോകാനിരിക്കുന്നത് BJP-യിലോട്ടാണ്. പക്ഷെ അദ്ദേഹത്തിന് ഇപ്പോൾ അവിടെ നിന്ന് സ്വയമേ ഇറങ്ങിപ്പോയി BJP-യിലേക്ക് ചേരാനുള്ള ഒരു മടി അല്ലെങ്കിൽ ഒരു വൈഷമ്യമുണ്ട്. അപ്പോൾ അത് കോൺഗ്രസ് ആയിട്ട് തന്നെ ഒരുക്കി കൊടുക്കണമെന്നാണ് അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു ആഗ്രഹം. അപ്പോൾ എന്നാൽ അത് കോൺഗ്രസിന് അത് ചെയ്യാനും അതിന് മുതിരാനും കോൺഗ്രസിന് വയ്യ. അപ്പോൾ അത് അവിടെ അതായത് കോൺഗ്രസ് അദ്ദേഹത്തിനെ പുറത്താക്കുകയാണെങ്കിൽ അവിടെ ഒരു രക്തസാക്ഷിത്വം ചമഞ്ഞ് എന്നെ കോൺഗ്രസ് പുറത്താക്കിയ, എൻ്റെ നിലപാട് പറഞ്ഞതിന് എന്നെ കോൺഗ്രസ് പുറത്താക്കിയെന്നും പറഞ്ഞ് അദ്ദേഹത്തിന് അത്തരത്തിലൊരു ഒരു നീക്കം നമ്മളായിട്ട് അനുവദിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു ഇത് കൊണ്ടായിരിക്കാം കോൺഗ്രസ് അത്തരത്തിൽ ശശി തരൂരിനെ പുറത്താക്കാൻ നിർത്തുന്നത്. അത് മാത്രമല്ല, ശശി തരൂരിനെ പോലെ ഒരു സ്റ്റാച്ചറിലുള്ള ഒരു ലീഡർ എന്ന് പറയുന്നത്, അതായത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, വിജേഷ് പറഞ്ഞ പോലെ തന്നെ, ഈ പാലോട് രവിയും ശശി തരൂരിനെ വെച്ച് നോക്കുമ്പോൾ ശശി തരൂർ എന്ന് പറയുന്നത് കുറച്ചും കൂടെ വലിയ ഒരു സ്റ്റാച്ചറിലുള്ള ലീഡറാണ്. അത് കോൺഗ്രസ് അന്താരാഷ്ട്ര ലെവലിലുള്ള ലീഡറാണ്. അത് ഉടനെയൊന്നും അത്തരത്തിലുള്ള ഒരു ലീഡറിനെ ഇനി കോൺഗ്രസിന് കിട്ടുമോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. ഇനി ഉടനെ കിട്ടുമോ എന്നുള്ളത്. അപ്പോൾ അത്തരത്തിൽ ഒരു ലീഡറിനെ വെറുതെ അങ്ങോട്ട് എന്താ പറയുക പൂവറിച്ച് കളയുന്ന ലാഘവത്തോടെ എടുത്ത് കളയാൻ കോൺഗ്രസ് മുതിരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിന് പോകണമെന്ന് ആവശ്യപ്പെടുന്നെങ്കിൽ മാത്രമേ അത്തരത്തിലൊരു നീക്കം കോൺഗ്രസ് ഒരുപക്ഷെ അത്തരത്തിലൊരു നീക്കം അദ്ദേഹത്തിൻ്റെ സൈഡിൽ നിന്ന് അറിയിക്കുകയാണെങ്കിൽ കോൺഗ്രസ് ഒരുപക്ഷെ ഇദ്ദേഹത്തിനെ പുറത്താക്കാനുള്ള ഒരു നീക്കം ചിലപ്പോൾ ചെയ്തേക്കും. കോൺഗ്രസിന് ഭയമാണ് എന്നുള്ളതാണ് ഇതിനകത്തെ വസ്തുത. പാർട്ടിക്കെതിരെ തിരിഞ്ഞു കഴിഞ്ഞാൽ എത്ര വലിയ ആളുകളെയും പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്താനുള്ള തീരുമാനം അല്ലെങ്കിൽ അതിനുള്ള ധൈര്യം ഒരു രാഷ്ട്രീയ പാർട്ടി കാണിക്കുന്നിടത്താണ് ആ രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാടും അവരുടെ ആർജവവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അക്കാര്യത്തിൽ CPM പലപ്പോഴും MV രാഘവൻ ഉൾപ്പെടെയുള്ള വലിയ ശക്തരായ നേതാക്കന്മാരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ അല്ലെങ്കിൽ മാറ്റി നിർത്തിയ ചരിത്രമുണ്ട്. അവിടെ പക്ഷേ കോൺഗ്രസിന് ഈ വെറും എന്താ പറയുക തിരിച്ചു കൊത്തില്ല എന്ന് ധൈര്യമുള്ള പാലോട് രവിക്കെതിരെ നടപടിയെടുക്കാനും തിരിച്ചു കൊത്താൻ ആർജവമുണ്ട് എന്ന് മനസ്സിലാകുന്ന ശശി തരൂരിനെതിരെ നടപടിയെടുക്കാൻ ധൈര്യമില്ലാത്തതും കാണിക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇരട്ടത്താപ്പാണ് എന്ന ഒരു വസ്തുത അത് ഇപ്പോഴെങ്കിലും അവർ മനസ്സിലാക്കണം. നേതൃത്വം എന്തായാലും മനസ്സിലാക്കില്ല, അണികളെങ്കിലും മനസ്സിലാക്കുക. പാലോട് രവി സംസാരിച്ചത് ഒരു സ്വകാര്യ സംഭാഷണമാണ് എന്ന് മനസ്സിലാക്കുക. ഒരു വ്യക്തിയോടുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായം മാത്രമാണ്. അതേ അഭിപ്രായങ്ങളും കാര്യങ്ങളും പല സമ്മേളനങ്ങളിലും പല നേതാക്കളും പറയാറുണ്ട്. ആ അഭിപ്രായങ്ങൾ ആരെങ്കിലും ഒരു ഓഡിയോ റെക്കോർഡായിട്ട് എടുത്ത് മാധ്യമങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സമ്മേളനത്തിൽ സംസാരിച്ച നേതാവിനെതിരെ നടപടിയെടുക്കാൻ ധൈര്യം കാണിക്കുക എന്നത് മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.